വീണ്ടും റിവൽറ്റുടെ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് ധാരാളം പേർക്ക് അനുഗ്രഹം കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 65:12 മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, അവിടെ മുഴുവനൊരു നിറവല്ലേ കാണിക്കുന്നത്. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. നമ്മുടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവയുടെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകത്തില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു, തിരുനാമ നിമിത്തം നീതിപാതകളിൽ. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. ഉണങ്ങി വരണ്ടിരിക്കുന്നല്ല പറഞ്ഞേക്കുന്നത്. ആമേൻ. അവിടെ ഒന്നും വരണ്ടിരിക്കുന്ന അനുഭവങ്ങളല്ല. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. എങ്ങനെ കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു? നമുക്ക് കാണുമ്പോൾ അറിയാം, അവിടെ എല്ലാ കുന്നുകൾക്ക് വേണ്ട സൂര്യപ്രകാശവും അതിന് വേണ്ടതെല്ലാം ലഭിക്കുമ്പോഴാണ് അത് ഉല്ലാസം ധരിക്കുന്നത്. സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കട്ടെന്നുകൊണ്ടാണ് പറയുന്നത്. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവിടെയും നിറവാണ്. അതാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്, എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ്. ആട്ടിൻകൂട്ടങ്ങൾ പുഷ്ടി കൊണ്ട്, അതായത് കൂട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യും. ഇതല്ലേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് നീതിമാൻ്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം. നീതിമാൻ്റെ ഭവനത്തിനകത്ത് ഒത്തിരി വേറെ കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നല്ല പറഞ്ഞ്. സന്തോഷവും കൂടാരങ്ങളിൽ ജയഘോഷം. അതാണ് സങ്കീർത്തനക്കാരൻ, ഞാൻ അവന് ജയഘോഷയാഗങ്ങൾ അർപ്പിക്കുന്നു. എങ്ങനെ അർപ്പിക്കാൻ കഴിയുമോ? ക്രൂശിലെ ജയം ഓർക്കുമ്പോൾ നമ്മെ ജയോത്സവമായി, പോലീസ് പ്രതിസന്ധികളുടെ നടുവിലെല്ലാം പറയുകയാണ്, നമ്മെ ജയോത്സവമായി നടത്തുകയും തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങളോട് പറയാം, ഈ ലോകവും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. നമ്മൾ അതിനെയല്ല ആശ്രയിച്ചിരിക്കുന്നത്. നിത്യമായ ജീവനാണ്. എന്നാൽ ഇവിടെയും ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നൊരു അനുഗ്രഹമുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെ അവൻ വരൾച്ചയിലും ഒരു ക്ഷാമത്തിലുമല്ല നടത്തുന്നത്, ക്ഷേമമായി ക്ഷാമകാലത്തും പോഷിപ്പിക്കുന്ന ദൈവമാണ്. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയും, ആ ആട്ടംകൂട്ടം നിറഞ്ഞിരിക്കുന്ന പോലെ, താഴ്വരകൾ പർവ്വതങ്ങൾ ആർക്കുന്ന പോലെ നമുക്ക് അവൻ്റെ സന്നിധിയിൽ സന്തോഷിക്കാൻ. കാരണം ഈ ലോകത്തിലല്ല നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്. നിത്യമായ ഒരു ലോകത്തിൽ കോടാനുകൂടി വഴി കഷ്ടാനുകൂടി ജീവിക്കാൻ അനുഗ്രഹമാണെങ്കിൽ ആദ്യമാണ് ശ്രദ്ധിക്കുക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.